MK Fabrics റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, MK Road, Kollam. Signature Groom and Bride opposite Shangas Hospital, Kollam. MK Fabricsന്റെ റമളാൻ ആശംസകൾ. താഴിട്ട പാപം തുറന്നെടുത്തു ഞാൻ തൗഹീദിൻ മന്ത്രം മറന്നു നടന്നു. എങ്കിലും റംസാൻ തീർത്ഥത്തിൽ മുങ്ങിയ എൻ പാപമെല്ലാം തീരുകില്ലേ? നാഥൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ? താഴിട്ട പാപം തുറന്നെടുത്തു ഞാൻ തൗഹീദിൻ മന്ത്രം മറന്നു നടന്നു. എങ്കിലും റംസാൻ തീർത്ഥത്തിൽ മുങ്ങിയ എൻ പാപമെല്ലാം തീരുകില്ലേ? നാഥൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുകില്ലേ? അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൂടെ ചൊല്ലണം, കാരണം മഗ്ഫിറത്തിൻ്റെ 10 നമ്മളോട് വിട പറയാൻ പോവാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അർഹമുർ റഹീമായ റബ്ബേ, കരുണയുള്ള പടച്ചോനെ, ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹു, ഈ പരിശുദ്ധ റമളാനിൽ ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ സ്വതക്കയും ഞങ്ങളുടെ ഇബാദത്തുകളും നീ കബൂലാക്കല്ല. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹുയെ ഖൈറും ബറക്കത്തും കൊടുക്കുക റഹ്മാനെ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന MK ഫാബ്രിക്സിന് ഒരുപാട് ഐശ്വര്യത്തിൻ്റെ കവാടങ്ങളെ തുറന്നു കൊടുക്കണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമളാനിലെ നിങ്ങൾ പാതിരാത്രിയിൽ ഒരുപാട് അമലുകൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുന്ന രാപകലുകളിൽ നിങ്ങളുടെ കൂട്ടുകാരനായി, നിങ്ങളുടെ സന്തത സഹചാരിയായി വരുന്ന MK ഫാബ്രിക്സ് അണിയിച്ചൊരുക്കുന്ന അൽ ബയാൻ എന്ന മനോഹരമായ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അള്ളാഹു നമ്മുടെ നോമ്പുകൾ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം നമുക്കറിയാം, പരാതി പറയുന്ന പെണ്ണിനെ സംബന്ധിച്ചാണ്. അതായത് ഇപ്പം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എന്ത് നമ്മൾ ചെയ്തു കൊടുത്താലും, എന്തൊക്കെ അനുഗ്രഹം ചെയ്തു കൊടുത്താലും, ഒരു പെണ്ണിൻ്റെ ബറക്കത്തെന്ന് പറയുന്നത് അതൊരു പൊരുത്തത്തോടു കൂടി സ്വീകരിച്ച് അതിനെ സംയമനത്തോടു കൂടി കൈകാര്യം ചെയ്യുമ്പോഴാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ദീർഘദൂരം വലിയൊരു യാത്ര നടത്തിയ മഹാനാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര പോയി കുറേ കാലങ്ങൾക്ക് ശേഷം തൻ്റെ മകൻ്റെ വീട് കണ്ടുപിടിച്ച് അവിടെ എത്തുകയാണ്. മകൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വന്നത് ഇബ്രാഹിം നബിയാണെന്ന് മരുമകൾക്കറിയില്ല, മകൻ്റെ ഭാര്യക്കറിയില്ല. തൻ്റെ ഭർത്താവിൻ്റെ ഉപ്പയാണ് വന്നതെന്ന് ആ പ്രിയപ്പെട്ട സഹോദരിക്കറിയില്ല. ഒരു വഴിയാത്രക്കാരൻ ദീർഘദൂരം യാത്ര ചെയ്ത് ദാടിയിലും മുടിയിലും ഒക്കെ മണ്ണൊക്കെ പറ്റി അങ്ങനെ ഒരു മോശമായ, അതായത് ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വാതിൽ തുറന്നു, മരുമകൾ വന്ന് വാതിൽ തുറന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു നിൽക്കുന്ന പ്രിയപ്പെട്ട പെണ്ണ് തൻ്റെ മകൻ്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കി. പക്ഷേ ആ മകളെന്ത് മനസ്സിലാക്കിയില്ല, വന്നത് ഭർത്താവിൻ്റെ ഉപ്പയാണെന്ന് മനസ്സിലാക്കിയില്ല, ഒരു വഴിയാത്രക്കാരനാണെന്ന്. പക്ഷേ കണ്ടാൽ ഒരു വലിയ ഈമാനുള്ള വലിയൊരു പണ്ഡിതനായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവർക്ക് ബോധ്യമായി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ മറുപടി പറഞ്ഞത്, ഇവിടെ പരാതിയുടെ കെട്ടഴിക്കുകയാണ്. ആ സ്ത്രീ പരാതിയുടെ കെട്ടഴിക്കുകയാണ്. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ജീവിതം എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ സഹോദരി ഇങ്ങനെ പറയുന്നുണ്ട്, ധാരാളം പരാതികൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ,
പിന്നെ ഭക്ഷണം കിട്ടുന്നില്ല, ദാരിദ്ര്യമാണ്, ഭർത്താവ് നാട്ടിലില്ല, അങ്ങനെ 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 പരാതി തന്നെ. ഒരു സമാധാനത്തിൻ്റെയും ഒരു സന്തോഷത്തിൻ്റെയും വാക്ക് പറയുന്നില്ല. മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ത്രീയോട് പറഞ്ഞു, എന്നാൽ ശരി ഞാൻ പോവാണ്, പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ഭർത്താവ് മടങ്ങി വരുമ്പോൾ ഞാൻ പറഞ്ഞ ഈ വിഷയം നിങ്ങൾ ഭർത്താവിനോട് പറയണം. അതായത് ഒരു പ്രായം ചെന്ന ദാടിയൊക്കെ നരച്ച ഒരു രൂപഭാവം നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. അങ്ങനെ ഒരാളിവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ കട്ടള ഒന്ന് മാറ്റിവെക്കാൻ ആ ഉപ്പാപ്പ പറഞ്ഞിട്ട് പോയി എന്ന് നീ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങിപ്പോയി. ഇബ്രാഹിം നബിയുടെ മകൻ ആ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് പിന്നെ ഭാര്യ ഓടിച്ചെന്ന് ഇങ്ങനെ ഭർത്താവിനോട് വിശേഷം പറയണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒരു പ്രായം ചെന്ന ആൾ വന്നിരുന്നു, വീടിൻ്റെ കട്ടള മാറ്റി വെക്കണം എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകന് മനസ്സിലായി, തൻ്റെ ഭാര്യ തൻ്റെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാക്കുന്ന പെണ്ണല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രിയപ്പെട്ട മകൻ ആ ഭാര്യയെ ഒഴിവാക്കിയിട്ട് രണ്ടാമതൊരു കല്യാണം കഴിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ആ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഇബ്രാഹിം നബി വരുമ്പോൾ മകനില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പെണ്ണിനോട് സംസാരിക്കുമ്പോൾ ആ ഭാര്യയോട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് മോളെ ജീവിതം? ആ മോള് അൽഹംദുലില്ലാ വലിയ റാഹത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്, പരാതിയില്ല, പരിഭവമില്ല, ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന തൃപ്തിയുള്ള ഒരു മറുപടി കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ സന്തോഷമായി. ഈ മകളാണ് കുടുംബത്തിൽ നിലനിൽക്കേണ്ടതെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറപ്പിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഈ മരുമകൾ കൂടെ ഇറങ്ങി വരികയും ഇബ്രാഹിം നബിയുടെ താടിയിലും മുടിയിലിരിക്കുന്ന പൊടിയൊക്കെ തട്ടിക്കളയൊക്കെ ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പരാജയമുണ്ടാകാൻ കാരണം, പെണ്ണിന് കുടുംബജീവിതം ആസ്വദിക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തുക്സിറിനശ്ചിക്കായ, നിങ്ങൾ പരാതികൾ അധികരിപ്പിക്കുന്നത് കൊണ്ടാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി നേരെ ഭാര്യ അവരുടെ വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ പറയുന്നത് ഭർത്താവിൻ്റെ കുറ്റങ്ങൾ. നമ്മൾ വിചാരിച്ച പോലെയുള്ള ചെറുക്കനല്ല, നമ്മൾ വിചാരിച്ചതുപോലുള്ള അമ്മായിയല്ല, നമ്മൾ വിചാരിച്ചതുപോലുള്ള കുടുംബക്കാരല്ല, അങ്ങനെ തുടങ്ങുന്ന പരാതിയാണ്. അത് പിന്നെ മരണം വരെയും തുടർന്നുകൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം തരൂല. അതുകൊണ്ട് 100% ഈ പരാതി പറയുക എന്നുള്ള, എല്ലാവരോടും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ള ഒരു സ്വഭാവം നമ്മുടെ സഹോദരിമാർ ഒഴിവാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നിങ്ങളോട് പറഞ്ഞു തരുന്ന അൽബയാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന വിഷയം, ചില ഭർത്താക്കന്മാർ പ്രായമാകുന്നതിന് മുമ്പ് നരയ്ക്കുന്നുണ്ട്, പ്രായമാകുന്നതിന് മുമ്പേ നരയ്ക്കുന്നുണ്ട്. അതിന് ഒരു കാരണം അവരുടെ ഭാര്യയാണ്. എങ്ങനെയുള്ള ഭാര്യയാണ് അവരുടെ ഭർത്താവിൻ്റെ തലമുടിയെ പ്രായമാകുന്നതിന് മുമ്പ് നരപ്പിക്കുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമളാനിലെ നോമ്പെല്ലാം കൃത്യമായിട്ട് പിടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ ബദർ മൗലൂദും യാസീനൊക്കെ ഓതിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. റമളാനിൻ്റെ മഗ്ഫിറത്തിൻ്റെ 10 നമ്മളോട് വിട പറയുകയാണ്. പൂർണ്ണമായിട്ടും തൗബയും പശ്ചാത്താപവും കൊണ്ട് രാപ്പകലുകളെ ധന്യമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അൽ ബയാൻ പ്രോഗ്രാം ബഹുമാനപ്പെട്ട ഉസ്താദ് എം നൌഷാദ് ബാക്കവി അവതരിപ്പിക്കുന്ന അൽ ബയാൻ റമളാൻ 30 ദിവസവും രാത്രി 11-നും വെളുപ്പിന് 4:30-നും ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ. MK Fabrics, MK Road, കൊല്ലം. റമദാൻ ഓഫറായി അൽ ഖുസൈസ് 2-ലെ അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിൽ എല്ലാ ആഭരണങ്ങളും 0% പണിക്കൂലിയിൽ ലഭിക്കും. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഒരു ലക്ഷറി ലാൻഡ് ക്രൂസർ കാർ സമ്മാനമായി നൽകുന്നു. 100 ഗ്രാം സ്വർണം 2ാം സമ്മാനമായി നൽകുന്നു. ഭാഗ്യവധുവിന് ഇരട്ടി സ്വർണ്ണ സമ്മാനവും നിങ്ങളെ കാത്തിരിക്കുന്നു. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. 0% പണിക്കൂലി, 100% സന്തോഷം. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം.
പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹലോ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. Signature Groom and Bride, opposite Shangas Hospital, Kollam. അൽ ബയാൻ പ്രോഗ്രാം ബഹുമാനപ്പെട്ട ഉസ്താദ് എം നൌഷാദ് ബാക്കവി അവതരിപ്പിക്കുന്ന അൽ ബയാൻ റമദാൻ 30 ദിവസവും രാത്രി 11-നും വെളുപ്പിന് 4:30-നും ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽബയാൻ പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നോമ്പുകാരനായ ഒരാൾ പുഴവക്കിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ മുങ്ങിത്താഴുന്നത് കണ്ടു. അയാൾ ചാടി അയാളെ രക്ഷപ്പെടുത്തി. അപ്പോൾ വെള്ളം കയറിയാൽ നോമ്പ് മുറിയുമല്ലോ. ഒരാളെ രക്ഷപ്പെടുത്തുന്നതല്ലേ ഇസ്ലാമിൽ പ്രാധാന്യം? എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക വിധി? തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. വെള്ളത്തിലേക്ക് മുങ്ങിയാൽ വെള്ളം ചെവിയിലും കാതിലുമൊക്കെ പിന്നെ കണ്ണിലുമൊക്കെ കയറി അകത്തേക്ക് പോയി വായിലൊക്കെ കയറി നോമ്പ് മുറിയും. പക്ഷേ ഒരു മനുഷ്യൻ റമദാൻ മാസമാണ് ഒരാൾ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ജീവൻ പണയപ്പെടുത്തിയും ആ മനുഷ്യരെ രക്ഷപ്പെടുത്തൽ അല്ലേ? ഒരു മനുഷ്യൻ താഴ്ന്നു പോകുമ്പോൾ അയാളെ രക്ഷപ്പെടുത്തലാണല്ലോ പ്രാധാന്യം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? നോമ്പുകാരനാണ്. അയാൾ നേരെ ആ പുഴയിലേക്ക് എടുത്ത് ചാടി ആ മനുഷ്യനെ രക്ഷപ്പെടുത്തി. ആ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ചെവിയിലും മൂക്കിലും വായിലൊക്കെ വെള്ളം കയറി. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? എൻ്റെ നോമ്പ് ബാത്തിലായോ? എൻ്റെ നോമ്പ് മുറിഞ്ഞോ? ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കുന്നത് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തൽ തന്നെയാണ്. എന്തായാലും വെള്ളം മൂക്കിലും ചെവിയിലും വായിലും കയറിക്കഴിഞ്ഞാൽ നോമ്പ് എന്തായാലും മുറിയും. അപ്പോൾ ഈ നോമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. പിന്നീട് വേറൊരാൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്തത് കൊണ്ട് എന്ത് ചെയ്യണം? ഒരു മുദ്ദ് ആഹാരം ഒരു പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ കൊടുക്കണമെന്നില്ലാന്ന അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ പ്രബലമായ അഭിപ്രായം ഒരു മുദ്ദ് ആഹാരം ഒരു ഫക്കീറിനോ ഒരു മിസ്കീനിനോ നമ്മൾ കൊടുക്കുകയും ചെയ്യണം. മനസ്സിലായത്? എന്തായാലും നോമ്പ് മുറിയും. നമ്മൾ വെള്ളത്തിൽ ചാടിയാലും വേറെ ആർക്ക് വേണ്ടി ചാടിയാലും സ്വന്തം കാര്യത്തിന് ചാടിയാലും വെള്ളം മൂക്കിലും ബാക്കിയകത്തും കയറുമ്പോൾ നോമ്പ് മുറിയും. ആ നോമ്പ് മുറിഞ്ഞാൽ പിന്നെ നമ്മൾ നോമ്പ് ഖളാ വീട്ടണം. നോമ്പ് മുറിഞ്ഞതുകൊണ്ട് ആ ഉച്ചയ്ക്ക് ഒരാളെ വെള്ളത്തിൽ നിന്ന് എടുത്തു. നോമ്പ് മുറിഞ്ഞതുകൊണ്ട് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാനല്ല. നോമ്പ് അസ്തമയത്തിൻ്റെ സമയം വരെ പിടിച്ചു നിന്ന് അതിനോടുള്ളൊരു ബഹുമാനവും ആദരവും കൊടുക്കണം. എന്നിട്ട് ഖളാ വീട്ടി പിടിക്കണം. റമദാൻ കഴിഞ്ഞ് ഖളാ വീട്ടി പിടിക്കണം. വേറെ ആൾക്ക് വേണ്ടി ചെയ്ത ഒരു സാഹസമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഒരു മുദ്ദ് ആഹാരം ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് അതിൻ്റെ ഭക്ഷണ സാധനം നമ്മൾ സ്വതക്ക കൊടുക്കുകയും അതിൻ്റെ ഫിദിയായി പ്രായച്ചിത്തമായി കൊടുക്കുകയും ചെയ്യണം. റമദാൻ ഷെരീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഇങ്ങനെ ചേർത്ത് പറയുന്നത് കേൾക്കാറുണ്ട്. ശരിയാണ്. പരിശുദ്ധ റമദാൻ എന്ന് പറയുമ്പോൾ അറബിൽ പറയുമ്പോൾ റമദാനു ഷെരീഫ് എന്ന് ചേർത്ത് പറയലുണ്ട്. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കലുണ്ട്. ബാക്കി ഒരു മാസത്തിനും ദുൽഹജ്ജിനില്ല, മുഹറത്തിനില്ല, റബീഉൽ അവ്വലിനില്ല, അങ്ങനെ ഒന്നും ഒരു വാക്ക് ചേർത്ത് അങ്ങനെ പറയുന്ന ഒരു കൂട്ടപ്പേരായിട്ട് കാണലില്ല. റമദാനെ കുറിച്ച് പറയുമ്പോൾ റമദാനു ഷെരീഫ് എന്ന് ചേർത്ത് പറയുന്ന ഒരു പതിവുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അത് റമദാനു ഷെരീഫ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാൻ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ആദരിക്കപ്പെടേണ്ടുന്ന റമദാൻ എന്നേ ഉള്ളൂ. ബഹുമാനപ്പെട്ട റമദാൻ അത്രേ ഉള്ളൂ. ആ റമദാനിന് ബാക്കിയുള്ള മാസങ്ങളെ പോലെ അല്ലല്ലോ. സയ്യിദു ഷുഹൂരിയാണ്, മാസങ്ങളുടെ നേതാവാണ് റമദാൻ മാസം. അപ്പോൾ അതിനൊരു പ്രത്യേക ഭവ്യതയും പരിഗണനയും നമ്മൾ കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് ആ വാക്കിൽ പോലും ഒരു അനാദരവ് വരാതിരിക്കാനാണ് പഴയകാലത്തുള്ള ഉലമാക്കൾ റമദാനിനെ ചേർത്ത് റമദാനു ഷെരീഫ് എന്ന് ചേർത്ത് പറഞ്ഞു വന്നത്. അതാണ് നമ്മൾ കടമെടുത്ത് നമ്മളും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അത് റമദാനിനോടുള്ള ഒരു ബഹുമാനം കൂടിയാണ്. റമദാനിൽ മൊബൈൽ ഗെയിം കളികൾ അനുവദനീയമാണോ? ചോദിച്ചിരിക്കുന്നത് ഒരു സഹോദരൻ പാലക്കാട് നിന്നുമാണ്. ഗെയിം കളിച്ചത് കൊണ്ടോ അതല്ല ഗെയിമിന് പുറത്ത് നാട്ടിലെന്തെങ്കിലും കളിച്ചത് കൊണ്ടോ ഒന്നും നോമ്പിന് വിഷയങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നോമ്പ് ബാത്തിലാവൂല. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോമ്പ് പിടിക്കുന്നത് എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ ഭക്തിയുള്ളവരാക്കി മാറ്റാൻ വേണ്ടി. അപ്പോൾ ഈ ഭക്തി നമുക്ക് ഗെയിം കളിച്ചാൽ കിട്ടൂല. അപ്പോൾ റമദാനിൽ നമുക്ക് ഗെയിം കളിയേ ഉള്ളൂ, ഇനി വേറെ ഒന്നുമില്ലെങ്കിൽ കിടന്നുറങ്ങുക, വെറുതെ ചുമ്മാ കിടന്നേക്കുക, വെറുതെ ഈ ഗെയിം കളിച്ച് പാട്ട് കേട്ട് സിനിമ കണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ നോമ്പിന് അർത്ഥമില്ല.
2 സിനിമ കാണുമ്പോൾ ഉച്ച കഴിഞ്ഞു, അടുത്ത സിനിമ കാണുമ്പോൾ നോമ്പ് തുറക്കാൻ സമയമായി. നിങ്ങൾക്ക് സമയം പോകുന്നില്ലെങ്കിൽ നിങ്ങൾ ഖുർആൻ ഓതുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് വെറുതെ അനാവശ്യമായി ഈ ഗെയിമുകൾ കളിച്ചും കണ്ടും റമളാനിൻ്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തരുത്. ഒരു നന്മക്ക് 70ൻ്റെ കൂലി കിട്ടും റമളാൻ മാസത്തിൽ. അതിനെ നമ്മളിങ്ങനെ കളിച്ച് നശിപ്പിച്ച് റമളാൻ നോമ്പിൻ്റെ പ്രതിഫലവും കുറച്ച് അതിനോടുള്ള അനാദരവും കാണിച്ച് ഉള്ള അദാബ് പടച്ചവൻ്റെ അടുത്തുനിന്ന് വാങ്ങി വെക്കാതെ ഉള്ള സമയം നല്ലതുപോലെ റമളാൻ്റെ നോമ്പിനെ ചിലവഴിക്കാൻ മനസ്സ് കാണിക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. ഒരാൾ റമളാനിൽ നിസ്കരിക്കാൻ മാത്രം ഉണർന്നു, ബാക്കി പകൽ മുഴുവനും ഉറങ്ങിയാൽ അയാൾക്ക് നോമ്പിൻ്റെ കൂലി ലഭിക്കുമോ? നോമ്പുകാരൻ്റെ ഉറക്കം ഇബാദത്ത് തന്നെയാണ്. പക്ഷേ അത് നോമ്പിൻ്റെ ഒരു കഷ്ടപ്പാടും അറിയാതെ ആദ്യം മുതൽ വൈകുന്നേരം വരെ അങ്ങനെ തന്നെ ഒരേ ഉറക്കം എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ ശരീരത്തിനൊരു ഉണർവ് ഉന്മേഷം. ഒരുപോലെ കിടന്നാൽ നാളത്തെ നോമ്പ് ചിലപ്പോൾ പിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അതൊരു ശീലമാക്കി മാറ്റാതെ ഏതെങ്കിലും ഒരു ദിവസം തലേ ദിവസം യാത്ര ചെയ്ത ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. നിരന്തരം ഇത് തന്നെയാണ് ജോലി. അത് യഥാർത്ഥത്തിൽ റമളാൻ മാസത്തെ അനാദരിക്കലാണ്. എന്തോ ഒരു വെല്ലുവിളി പോലെ. അങ്ങനല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആവശ്യത്തിന് ഉറങ്ങുക. ഉറക്കം ഇത്തി ആവശ്യത്തിൽ കൂടുതലായാലും പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ ഫുൾ ടൈം കിടന്നുറങ്ങി റമളാൻ മാസത്തിൻ്റെ ഒരു ആദരവ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ 5 നേരം നിസ്കരിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, കുറച്ച് നേരം ഉറങ്ങുക, കുറച്ച് നേരം ഖുർആൻ ഓതുക, അത്തരം കാര്യങ്ങൾ ചെയ്ത് റമളാൻ എന്ന് പറയുന്ന വിലപ്പെട്ട ഒരു മാസം വന്നിട്ട് ഞാനതിനെ ആദരിച്ചു, ആ വിഭാഗത്തിൽ പെട്ടു എന്നൊരു റിസൾട്ട് അള്ളാഹിൻ്റെ അടുത്ത് വാങ്ങാൻ വേണ്ടി പരിശ്രമിക്കുക. പ്രായപൂർത്തിയാകാത്ത മക്കൾ നോമ്പ് പിടിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം മാതാപിതാക്കൾക്കാണല്ലോ. എന്നാൽ കുട്ടികളുടെ നോമ്പ് ശ്രദ്ധയില്ലാതെ മുറിഞ്ഞു പോകുന്നതാണല്ലോ. അങ്ങനെ വന്നാൽ ഇതിൻ്റെ ഫലം മാതാപിതാക്കൾക്ക് ലഭിക്കുമോ? ചോദിച്ചിരിക്കുന്ന അഹമ്മദ് കബീറാണ്, കോഴിക്കോട് നിന്ന്. മാതാപിതാക്കൾക്ക് തന്നെയാണ് ചെറിയ കുട്ടികളുടെ നോമ്പിൻ്റെ പ്രതിഫലം. വലിയ കൂലിയാണ് അതിന് കിട്ടുന്നത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ വലിയ പുണ്യവും അതിനുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അന്ന ചെറിയ മക്കളെ നബിതങ്ങൾ പറയുമായിരുന്നു അവരെ നോമ്പ് പിടിപ്പിക്കാൻ. എന്നിട്ട് അസുറിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ചില കുട്ടികൾ വന്ന് പറയും, ഞങ്ങൾ തളർന്നു പോവാണ്, വെള്ളം വേണം, ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ നബിതങ്ങളോട് ഓടി വന്ന് പറയും, ഇവിടെ ഈ നാട്ടിലെ മക്കളൊക്കെ വലിയ പരാതിയിലാണ്. നബിതങ്ങൾ പറയും, അവർക്ക് എന്തെങ്കിലും പാട്ട് പാടിയിട്ടോ കഥ പറഞ്ഞിട്ടോ അവരെങ്ങനെങ്കിലും മഗ്‌രിബിൻ്റെ ടൈം വരെ ഒന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാരണം കുഞ്ഞു മക്കൾ അത് ശീലിക്കാൻ വേണ്ടി. റമളാൻ്റെ നോമ്പ് പിടിച്ചത് കൊണ്ടൊന്നും നമ്മുടെ മക്കൾക്ക് ഒരു അസുഖവും വരാൻ പോകില്ല. അള്ളാഹു ചെയ്യുന്ന വലിയ ഭാഗ്യവും തൗഫീഖും ഒക്കെയാണ്. അപ്പോൾ ചെറിയ കുട്ടികളല്ലേ, ചെറിയ കുട്ടികളുടെ നോമ്പ് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ മിഠായി കഴിച്ചു പോകും, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കും, ഉമ്മായും വാപ്പയും കാണൂല. അതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമല്ലോ, ചെറിയ മക്കളല്ലേ. ഏതായാലും ചെറിയ കുട്ടികൾ നിയ്യത്ത് വെച്ച് നോമ്പുകാരനായി സഹിച്ച് ക്ഷമിച്ച് ഉമ്മാൻ്റെ കൂടെ വാപ്പാൻ്റെ കൂടെ നടന്നാൽ ആ പ്രതിഫലം കിട്ടുന്നത് മാതാപിതാക്കൾക്ക് തന്നെയാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ റമളാനിനെ ആദരിച്ച് നോമ്പ് പിടിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബഹി ബാങ്കിന് 5 മിനിറ്റ് മുമ്പാണ് ആർത്തവം നിന്നതെങ്കിൽ കുളിക്കുന്നതിന് മുൻപ് നോമ്പിൽ പ്രവേശിക്കാമോ? ചോദിച്ചിരിക്കുന്ന ഒരു സഹോദരിയാണ് മലപ്പുറത്ത് നിന്ന്. തീർച്ചയായിട്ടും നോമ്പിൽ പ്രവേശിക്കാം. കാരണം പെട്ടെന്ന് കുളിക്കണം. ആർത്തവരക്തം എന്നത് നമുക്കൊരു വലിയ ശുദ്ധിയാണ്. അപ്പോൾ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാതെ നിയ്യത്ത് വെച്ച് എങ്ങനെ നോമ്പിൽ പ്രവേശിക്കും എന്നതാണ് ഇവിടുത്തെ ഗൗരവമുള്ള വിഷയം. ഇപ്പോൾ സുബൈക്ക് മുമ്പ് ഒരാൾക്കൊരു അശുദ്ധി ഉണ്ടായി, അയാൾ നിയ്യത്ത് വെച്ച് അയാൾ നോമ്പിൽ പ്രവേശിച്ചു. സുബൈയുടെ സമയമാകുമ്പോൾ നോമ്പ് പ്രവേശിച്ചു കഴിഞ്ഞു, പിന്നെ നിസ്കരിക്കണമല്ലോ, പിന്നെ കുളിച്ചിട്ട് നിസ്കരിക്കണം. പക്ഷേ നോമ്പിന് കുളി എന്ന് പറയുന്നത് നിർബന്ധമല്ല. നോമ്പിന് നമ്മൾ നിയ്യത്ത് വെച്ച് നോമ്പിൽ പ്രവേശിച്ചാൽ പിന്നെ നമ്മൾ നോമ്പ് മുറിയുന്ന കാര്യത്തിൽപ്പെട്ടതല്ല ഇത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? വലിയ ശുദ്ധിയായ അല്ലെങ്കിൽ അശുദ്ധി രക്തം നിന്നുപോയ സഹോദരി ബാങ്ക് കേൾക്കുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് അൽഹംദുലില്ലാ അപ്പോൾ എനിക്ക് നോമ്പ് പിടിക്കാമല്ലോ എന്ന് നിയ്യത്ത് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കുളിച്ചാൽ മതിയല്ലോ. ഇനി കുളിക്കുന്ന ഇച്ചിരി വൈകിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. പരമാവധി നേരത്തെ തന്നെ കുളിച്ച് റമളാനിൻ്റെ ആ ഒരു ഭംഗിയും ബഹുമാനവും കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. റമളാൻ നോമ്പ് കളാ വീട്ടുന്നതിൻ്റെ അറബിയിലുള്ള നിയത്ത് എങ്ങനെയാണ്? സാധാരണ റമളാൻ നോമ്പ് കളാ വീട്ടുമ്പോൾ അറബിയിൽ എങ്ങനെ ആരും നിയത്ത് ചെയ്യലില്ല. എന്നാൽ പോലും അറബി എന്ന് പറയുന്ന ഭാഷയെ നമ്മൾ സ്നേഹിക്കണമല്ലോ. ഖുർആൻ്റെ ഭാഷ, സ്വർഗത്തിൻ്റെ ഭാഷ ഒക്കെ അറബിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറബിയിൽ നിയത്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ കളാ വീട്ടിയിട്ട് ഒരാൾ റമളാനൊക്കെ കഴിഞ്ഞു, ദുൽഹജ്ജ് മാസമായി അല്ലെങ്കിൽ മുഹറം മാസമായി, സഫറായി, നമ്മൾ എന്ത് ചെയ്യുന്നു, ഷവ്വാലായി, ഏതെങ്കിലും ഒരു റമളാൻ്റെ ഒരു നോമ്പിന് നമ്മൾ കളാ വിട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് കരുതുന്നു അറബിൽ തന്നെ നിയ്യത്ത് പറഞ്ഞാലോ.
എനിക്ക് റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പിന് ഞാൻ ഖളാ കിട്ടുന്നു എന്ന് മലയാളത്തിൽ പറയാതെ അറബിൽ തന്നെ പറയാൻ ഉദ്ദേശിച്ചാൽ നവയിത്തു സോമഗദിൻ അൻ അദായി എന്ന സ്ഥലത്ത് അൻ ഖളായി എന്ന് ചേർത്ത് പറഞ്ഞാൽ മതി. നവയിത്തു സോമഗദിൻ അൻ അദായി എന്നല്ലേ റമദാനിലെ ഫർലായ അദാ ആയ നാളത്തെ നോമ്പിനെ എന്ന് പറയുന്നതിന് പകരം റമദാനിലെ ഫർലായ ഖളാ ആയ നോമ്പിനെ നാളെ ഞാൻ പിടിച്ചുകൂടാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് അൻ അദായി എന്നതിന് പകരം അവിടെ അൻ ഖളായി എന്ന് ചേർത്ത് പറഞ്ഞാൽ നിയ്യത്ത് ശരിയാവുന്നതാണ്. അൽ ബയാൻ പ്രോഗ്രാം ബഹുമാനപ്പെട്ട ഉസ്താദ് എം നൌഷാദ് ബാക്കവി അവതരിപ്പിക്കുന്ന അൽ ബയാൻ റമദാൻ 30 ദിവസവും രാത്രി 11-നും വെളുപ്പിന് 4:30-നും ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. MK Fabrics, MK Road, കൊല്ലം. അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ കേരളത്തിലുള്ള ഷോറൂമുകളിൽ എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ 0% പണിക്കൂലിയിൽ ലഭിക്കും. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഒരു ഇന്നോവ ഹൈക്രോസ് കാർ സമ്മാനമായി നൽകുന്നു. ഒപ്പം ഭാഗ്യവധുവിന് ഇരട്ടി സ്വർണ്ണ സമ്മാനം സീസൺ 2-ൽ വാങ്ങുന്ന സ്വർണ്ണാഭരണത്തിന്റെ അതേ തൂക്കത്തിലുള്ള സ്വർണം നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നു. അൽ മുക്തദർ ജ്വല്ലേഴ്സ് 0% പണിക്കൂലി 100% സന്തോഷം. എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഹലോ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ് ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അൽ ബയാൻ പ്രോഗ്രാം ബഹുമാനപ്പെട്ട ഉസ്താദ് എം നൌഷാദ് ബാക്കവി അവതരിപ്പിക്കുന്ന അൽ ബയാൻ റമദാൻ 30 ദിവസവും രാത്രി 11-നും വെളുപ്പിന് 4:30-നും ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. അൽഹംദുലില്ലാ, പരിശുദ്ധ റമദാനിൽ നമ്മുടെ ഇബാദത്തുകൾക്ക് ശക്തി പകരുന്ന, നമ്മുടെ അമലുകൾക്ക് കൂടെ നിൽക്കുന്ന ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും വലിയ ഖൈറും നിഅമത്തും തരുമാറാകട്ടെ. ഏറ്റവും നല്ല ചോദ്യത്തിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് MK സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ കൊല്ലം എന്ന് പറയുന്നത് ശങ്കേഴ്സ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വസ്ത്രവ്യാപാര സ്ഥാപനമാണ് സിഗ്നേച്ചർ. അൽഹംദുലില്ലാ, അൽ ബയാനിലെ ഈ വർഷത്തെ ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചർ കൊല്ലമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സിഗ്നേച്ചറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കട്ടെ. പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബും അദ്ദേഹത്തിൻ്റെ കുടുംബവും അള്ളാഹു അവർക്ക് നീ കുടുംബജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കുക, ബിസിനസ്സിൽ അഭിവൃദ്ധിയും പുരോഗതിയും കൊടുക്കണേ റഹ്മാനെ. 2ാം സമ്മാനം കൊടുക്കുന്നത് ബ്രിക്കോ ആൻഡ് ബ്രിക്കോ എന്ന് പറയുന്ന മൊബൈൽ ടെക്നീഷ്യൻ കമ്പനിയാണ്. സ്മാർട്ട് ഫോണുകളുടെ ഒരു വിശാലമായ പഠന സംവിധാനമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് +2 കഴിഞ്ഞാൽ ഇനി എന്ത് എന്ന് നിങ്ങൾ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഏറ്റവും വലിയ വിദഗ്ധമായ രീതിയിൽ സ്മാർട്ട് ഫോണുകളിലൂടെ എങ്ങനെ നിങ്ങൾക്ക് സ്മാർട്ടാകാമെന്നും സ്മാർട്ടായി പൈസ ഉണ്ടാക്കാമെന്നും ഒക്കെ പഠിപ്പിക്കുന്ന മഹത്തായ സംവിധാനമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാഷാ അല്ലാഹ്, ഇന്ന് പരിശുദ്ധ റമദാനിൻ്റെ 19ാമത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഈ പ്രാർത്ഥന നാളത്തെ പകലും രാത്രിയുമായി അൽഹംദുലില്ലാ 100-ലധികം തവണ ചൊല്ലി അള്ളാഹുവിലേക്ക് കരഞ്ഞ് നിങ്ങൾ ദുആ ചെയ്യണം. മറന്നുപോകരുത്. കിട്ടുന്ന സൗഭാഗ്യങ്ങൾ, റമദാനിൽ കിട്ടുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ വഫിർ ഹല്ലി
മിൻ ബറകാതിഹി വസഹിൽ സബീലി ഇലാ ഖൈറാതിഹി വസഹിൽ സബീലി ഇലാ ഖൈറാതിഹി വലാ തുഹ്രിംനി ഖലീലം മിൻ ഹസനാതിഹി അല്ലാഹുമ്മ വഫിർ ഹല്ലി. പടച്ചവനെ, നിന്റെ ഔദാര്യത്തോടുകൂടി ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരേണമേ. മിൻ ബറകാതിഹി, റമളാന്റെ എല്ലാ ബറക്കത്തുകളും ചൊരിഞ്ഞു തരേണമേ. വസഹിൽ സബീലി ഇലാ ഖൈറാതിഹി, ആ റമളാനിന്റെ ഖൈറുകളിലേക്ക് ഞങ്ങളുടെ വഴി നീ എളുപ്പമാക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ വഫിർ ഹല്ലി മിൻ ബറകാതി. പടച്ചോനെ, നിന്റെ ഔദാര്യം കൊണ്ട് റമളാന്റെ ബറക്കത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണമേ. അല്ലാഹുമ്മ വഫിർ ഹല്ലി മിൻ ബറകാതിഹി വസഹിൽ സബീലി ഇലാ ഖൈറാതിഹി. പടച്ചവനെ, ആ റമളാനിന്റെ ഖൈറുകളിലേക്ക്, നന്മകളിലേക്ക് ഞങ്ങളുടെ മാർഗങ്ങളെ, ഞങ്ങളുടെ വഴികളെ നീ എളുപ്പമാക്കണേ അല്ലാ. വലാ തുഹ്രിംനി, ഒരൽപ്പം പോലും നീ ഞങ്ങളെ തടയല്ലേ. ഖലീലം മിൻ ഹസനാതിഹി, ആ റമളാനിന്റെ ഹസനാത്തിൽ നിന്ന് ഒരൽപ്പം പോലും നീ തടയല്ലേ പടച്ചോനെ. അങ്ങനെയാണ്. അപ്പം 3 കാര്യങ്ങളാണ് ഈ ദുആയിൽ പറയുന്നത്. ഒന്ന്, വഫിർ ഹല്ലി മിൻ ബറകാതിഹി, റമളാനിന്റെ ബറക്കത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ. വസഹിൽ സബീലി ഇലാ ഖൈറാതിഹി, റമളാനിന്റെ ഖൈറുകളിലേക്ക് വഴി എളുപ്പമാക്കി തരണേ അല്ലാ. വലാ തുഹ്രിംനി ഖലീലം മിൻ ഹസനാതിഹി, ആ റമളാനിന്റെ നന്മയിൽ നിന്നൊരൽപ്പം പോലും കുറയ്ക്കല്ലേ റബ്ബേ എന്നുള്ള പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥനകൾ കൊണ്ട് റമളാനിനെ ഏറ്റവും വലിയ ബറക്കത്ത് നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ റമളാനിൽ നിങ്ങൾ കൂടെ ഉംറയ്ക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 9447669999 എന്ന നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് മെയ് മാസം 8-ാം തീയതി റമളാന് ശേഷം, നമുക്ക് മെയ് മാസം 8-ാം തീയതി പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്, റമളാനിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക. സ്നേഹസാഗരത്തിന് ഒത്തിരി ആളുകൾ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സ്നേഹസാഗരത്തിൻ്റെ ഗൂഗിൾ പേ നമ്പർ പറഞ്ഞു തരാം. 7510-106-108. ഇൻഷാ അല്ലാഹ് മറന്നു പോകാതെ നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ സ്നേഹസാഗരത്തിലേക്ക് എത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങളെല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക. അൽ ബയാൻ, AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കോണം, മുടപുരം PO, ചിറയിൻകീഴ്, തിരുവനന്തപുരം. നമുക്കറിയാം ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് MK ഫാബ്രിക്സ് കൊല്ലമാണ്. പ്രിയങ്കരനായ നാസറുദ്ദീൻ, നിസാറുദ്ദീൻ, ഷറഫുദ്ദീൻ എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് കാലത്തെ കഠിനാധ്വാനമാണ് ഈ ഒരു വലിയ സംരംഭത്തിൻ്റെ മുന്നിൽ ഇന്ന് അവർ ചിരിതൂകി നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ തെക്കൻ കേരളത്തിൽ വന്നാൽ MK ഫാബ്രിക്സ് കാണാതെ പോകരുത്. നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങളിലെല്ലാം MK ഫാബ്രിക്സിൽ നിന്നും ഒരു ചെറിയ വസ്ത്രം നിങ്ങൾ എടുക്കണം. അത് നമ്മുടെ അൽ ബയാനിനോടും നമ്മുടെ ദീനി ഖിദ്മത്തിനോടുമുള്ള അവർ കാണിക്കുന്ന സമീപനത്തിന് തിരിച്ചു കൊടുക്കുന്ന സ്നേഹമാണെന്ന് തിരിച്ചറിയണം. അള്ളാഹു ഒരുപാട് പുരോഗതി ആ സംരംഭത്തിന് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയത്ത് രാത്രി 11 മുതൽ 11:30 വരെയും വെളുപ്പിന് 4:30 മുതൽ 5 വരെയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെറുമൊരു സമസ്യയല്ല ഈ ജീവിതം, വെറുതെ നൽകിയതല്ല ഈ ജന്മം. വെറുമൊരു സമസ്യയല്ല ഈ ജീവിതം, വെറുതെ നൽകിയതല്ല ഈ ജന്മം. നന്മയും തിന്മയും അറിഞ്ഞ സ്വർഗം നേടുവാനുള്ള പരീക്ഷാ കേന്ദ്രം. നന്മയും തിന്മയും അറിഞ്ഞ സ്വർഗം നേടുവാനുള്ള പരീക്ഷാ കേന്ദ്രം. ജനിക്കുമ്പോൾ നീ കരയുന്നു, മരിക്കുമ്പോൾ നീ ചിരിക്കണം. MK Fabrics, റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ.